ഭൂമിയുടെ അകത്തേക്ക് വരുന്ന ഓബ്ജക്റ്റോ? ഇത് വളരെ ആപത്താണല്ലോ. എന്തോ വ്യത്യാസം പോലെ തോന്നിയോ നിങ്ങക്ക്? പിന്നെ കാണാതെ നിന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെ ഇത്രയ്ക്ക് മോശമായത്? ഞാൻ ഈ വീട്ടില് വേറെ എന്തോ ഒന്ന് കണ്ടു, എവിടെയും കാണാൻ പറ്റാത്ത ഒന്ന്. കണ്ടീഷൻസ് പേരൻസിലെ പോലെയാണല്ലോ ചെയ്യുന്നത്. ആ അത് തന്നെ. ഈ കാണുന്ന സിനിമ വളരെ പഴയതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നർ, ഡിന്നറിന് ബ്രേക്ക്ഫാസ്റ്റ്. കൈകാലെല്ലാം ശുദ്ധ ചെയ്യണം. ഒരു ദിവസം 2 പ്രാവശ്യം. ദിവസം ഷോപ്പിംഗ്. ആരാ നിങ്ങള്? ഞങ്ങളുടെ ഷോപ്പിംഗ് തടയാൻ നിങ്ങൾ ആരാണ്? നിങ്ങളെ ആരും ശ്രദ്ധിക്കാതെ വെറുതെ വിടുമെന്ന് കരുതിയോ? അത് പിന്നെ എന്താന്ന് വെച്ചാൽ കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ അത് ഇപ്പോഴല്ല. ഞാൻ മിർന മിസ് ബോട്ടം, പഴയ ഒരു ഏജന്റ് ആണ്. ഞാൻ നിങ്ങളെ നോക്കാൻ ഒരു ആയായിട്ടാ ഇവിടെ എത്തിയിരിക്കുന്നത്. വെറുതെ ഈച്ചയെ ഓടിക്കണ്ട, ആദ്യം വായടയ്ക്ക്. ഇങ്ങോട്ട് നോക്കൂ, ഞങ്ങൾക്കൊന്നും ഒരു ആയ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ആയ ആവശ്യമുണ്ടെന്ന് ജെറി കരുതുന്നല്ലോ. പിന്നെ നിങ്ങളുടെ ഈ വീടിന്റെ സ്ഥിതി കണ്ടിട്ട് ഇത് സ്വീകരിക്കുന്നതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കെയർ ടേക്കറിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ കുട്ടികളല്ല. അതുകൊണ്ട് സംരക്ഷണം ഒന്നും കൂടി കൂടിയേ പറ്റൂ. ഞാൻ പറയുന്നത് മാതിരി നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഞാനിവിടെ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുകയേ ഇല്ല. ശരി, പറയൂ, അതെന്താ റൂൾസ്? ജോലികളൊന്നും ഇല്ലെങ്കിൽ രാത്രി 9 മണിക്ക് വീട്ടിൽ തിരിച്ചു വരണം. ജങ്ക് ഫുഡ്സ് കഴിക്കാനേ പാടില്ല. അപ്പോഴേ നിങ്ങളുടെ ആരോഗ്യം നന്നായിരിക്കുള്ളൂ. നല്ലപോലെ നിങ്ങൾക്ക് ജോലിയും ചെയ്യാനാകൂ. മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കൂ, ഒരു അത്യാവശ്യ കാര്യം വന്നാൽ ഫോൺ പോലും സംസാരിക്കാൻ പാടില്ലേ? അതെ, അത്യാവശ്യമായിട്ട് പുറത്തു പോവാനുണ്ടെങ്കിൽ. ഓ മറന്നു, പിന്നൊരു കാര്യം, ബോയ് ഫ്രണ്ട് പാടില്ല. ഗുഡ് മോർണിംഗ് ഗേൾസ്. ഞാൻ എന്താണ് വിചാരിക്കുന്നത് വെച്ചാൽ ഗേൾസ്, എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ആദ്യം നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ സുരക്ഷയാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടത്. സ്വാതന്ത്ര്യം വളരെ നല്ലതാണ്, പക്ഷെ നിങ്ങൾ മിഷനിലും ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ 72 മണിക്കൂറിൽ മീറ്റയുടെ പ്രവർത്തനങ്ങൾ വളരെ താറുമാറായിരിക്കുകയാണ്. നക്ഷത്രങ്ങളോ? ഇതെന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞ പലതും ഭൂമിയിലേക്ക് പതിച്ചിട്ടുണ്ട്. സമീപകാലത്തായി കുറച്ച് ഒബ്സർവേറ്റീവ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഗേൾസ്. ഈ മീറ്റേഴ്സ് ഒക്കെ വെടിയുണ്ടേക്കാളും വളരെ ചെറുതാണ്. സ്വയം കത്താൻ ശക്തിയുള്ളത്. വളരെ വലുതായിരിക്കാനാണ് സാധ്യത. തീർച്ചയായും ഇതെന്തോ നാശത്തിലേക്കുള്ള വഴിയാണെന്നാണ് വൂപ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഞാൻ ഉറപ്പായിട്ടും വരാം. ആ സ്ത്രീയുടെ അടുത്തിരിക്കുന്നതിന് ഇത് എത്രയോ ബെറ്ററാ. അപ്പൊ ശരി ഗ്ലാഡസ്, നിങ്ങൾക്കുള്ള ഗാഡ്ജറ്റ്. ഈ ബൂട്ട്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഏത് മെറ്റാലിക് ഫ്ലോറിലും നടക്കാൻ സാധിക്കും. ഈ ഐസ്ക്രീം പെർഫ്യൂം എന്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്താൻ സാധിക്കും. തീർന്നിട്ടില്ല, ഒന്നുകൂടെ ഉണ്ട്. ഞങ്ങൾക്ക് കാറേറാൻ പോകാണോ? ഇവിടെ വന്നതിന് ഒരു നല്ല ചേഞ്ച് ആയിരിക്കും. ഈ റിമോട്ട് വെച്ച് നിങ്ങൾക്ക് ബീസ് ബോട്ടവുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ജോലിയിലുള്ളപ്പോൾ ഈ ചുവന്ന ലൈറ്റ് കത്തുകയാണെങ്കിൽ ഒരു മെസ്സേജ് വന്നെന്നർത്ഥം. കൊള്ളാം, അത് ഇനിയും മോശമായിരിക്കും. ഈ മിഷനിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ദ വേൾഡ് ഓർഗനൈസേഷൻ ഹ്യൂമൻ പ്രൊഡക്ഷന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ആ കാര്യം എന്നും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഈ എന്താ പറയണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. വരൂ, നമുക്ക് നമ്മുടെ കപ്പലിലേക്ക് പോകാം. കപ്പലോ? ഏത് കപ്പൽ? ഞാൻ ഇനി ലൈസൻസ് വാങ്ങിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ പൈലറ്റ് ആയിരിക്കുന്നു ഉപ്പ് പ്രതീക്ഷിച്ചത്? ആരും അടങ്ങരുത്, ഞാൻ ഇത് ശരിയാക്കാൻ ശ്രമിക്കാം. നിക്ക്, അത് തൊടല്ലേ.
ഓക്കേ, ഇനി സാം ഇത് ഓടിക്കും. ഓക്കേ, ഒരു ആർഗ്യുമെന്റ്സും വേണ്ട. ആ മീറ്റിയർ ആക്രമിക്കുന്ന ദൂരത്തിലാണ് നമ്മളുള്ളത്. അതിന്റെ പാത എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നേരെ മോസ്കോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. വേഗം കുറയ്ക്കരുത്. നിങ്ങൾക്കൊരു ആസ്ട്രോനോട്ട് ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വേഗത്തിൽ ഓടണം. നിങ്ങൾ വളരെ ശക്തിയുള്ളവരായിരിക്കണം. അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണോ? എന്നാ നോക്കിക്കോ, ഞാൻ പണി പറ്റിക്കാൻ പോകുന്നത്. ഞാൻ വേഗതയിൽ ഫയർ ചെയ്യാൻ പോകുന്നു. സോറി. ആ റോക്കി കയറി കുറച്ച് വിശ്രമിച്ചാൽ എന്താ? അതെ, കുറച്ചു ദൂരം നടക്കാം. നമ്മളെ കൊണ്ട് അതിന്റെ അടുത്ത് എത്ര ദൂരത്തേക്ക് ചെല്ലാൻ കഴിയും സാം? നിനക്ക് എത്രത്തോളം അടുത്തെത്തണം? തീർച്ചയായും ഇത്ര അടുത്തേക്കൊന്നും ഞാൻ പറഞ്ഞതല്ല. ഇപ്രാവശ്യം ഞാൻ വളരെ ശ്രദ്ധിച്ച് പതുക്കെ നിർത്താം. അത്രേ ഉള്ളൂ. നമ്മൾ ഏകദേശം അടുത്തേക്ക് എത്തി സാം. ഓക്കേ, ഇപ്പോ ഇനി 10 നിമിഷമേ ഉള്ളൂ. ഓക്കേ, ഉറപ്പായിട്ട് ഇപ്രാവശ്യം നമുക്ക് ശരിക്കും ചെയ്യാം. നിങ്ങൾ വളരെ ധൈര്യശാലിയാണ്. എന്റെ സ്റ്റുഡൻസ് എന്ന് നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. ഓഹോ, അതൊരു വലിയ കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ജോലിയല്ല. അധികം കളിക്കല്ലേ. വാവ്, എക്സ്പോർട്ടിനെ ട്യൂൺ ചെയ്യാനുള്ള സമയമായോ? അത് എക്സ്പോർട്ടർ അല്ല, മീറ്റർ റൈഡ്. അതൊന്ന് നോക്ക്. വാവ്, ഇത് കൊള്ളാലോ. അതെ, ഇത് മുഴുവനും ജെറിയുടെ പ്രശ്നം തന്നെയാ. എനിക്കങ്ങനെ തോന്നുന്നതാണോ, അല്ലെങ്കിൽ ഈ മിഷനിൽ സംശയമുള്ള രീതിയിൽ വരുന്നതാണോ? എന്ത് കാര്യം? അന്ന് നമ്മൾ രക്ഷിച്ചില്ലേ, ആ റഷ്യൻ ചെറുക്കന്മാരെ കുറിച്ചാണോ നീ പറയുന്നത്? അല്ലല്ല, ആ മീറ്റർ വാന നിരീക്ഷകർ മാത്രമാണല്ലോ ആക്രമിക്കുന്നത്. അത് ഏയ്, നീ പറഞ്ഞത് ശരിയാ. ആദ്യം ഒബ്സർവേഷനിൽ ഉണ്ടായിരുന്നവർ, പിന്നെ ആ ക്യാപ്റ്റൻ ഓഫ് സാം അലക്സ് ക്ലോവർ. ഇങ്ങനെ ഞങ്ങളുടെ പേര് ഉറച്ചു വിളിച്ചു പറയുന്നത് എനിക്ക് ഇഷ്ടമാവുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ കഷ്ടപ്പെട്ട് ആരോഗ്യകരമായ ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് മറക്കാതെ എടുത്തുകൊണ്ടു പോണമെന്നുള്ളതാ. പക്ഷെ ഞങ്ങൾ ഒന്നും പറയണ്ട. സാമിന് ചിക്കൻ പുലാവ്, ക്ലോവറിന് ബീഫ് റോസ്റ്റ്. ഹലോ, ഞാൻ വെജിറ്റേറിയനാ. ശരി ശരി, പനീർ വേവിച്ചതും പീനട്ട് ബട്ടറും ഉണ്ട്. എന്താണെന്ന് വെച്ചാ കഴിച്ചോ. ഏയ്, ഇത് ഒട്ടും ശരിയല്ല. ജീവിതം അങ്ങനെ തന്നെയാ. മര്യാദയ്ക്ക് പോയി പഠിക്കാൻ നോക്ക്. ഓ, ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണ്. വളരെ മോശം. നന്നായി, ആരും നമ്മൾ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടല്ലോ. എനിക്കും ഒരു ആയ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ എത്ര നന്നായിനെ. ഓ കഷ്ടം, എനിക്ക് ആയ ഇല്ലല്ലോ. എന്റെ 6ാമത്തെ വയസ്സിൽ തന്നെ അവര് പോയി കഴിഞ്ഞു. ആ, ആണോ? എനിക്കിപ്പോ ഒരാളിനോട് ഫോൺ ചെയ്ത് സംസാരിക്കാനുണ്ട്. ഗേൾസ്, നിങ്ങൾ അയച്ച മെട്രോക് സാമ്പിൾ വളരെ ശക്തിയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോസ്മിക് അനോമോറിസ് കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. 4000 മാഗ്നറ്റിക് റെസനേറ്റർ വെച്ച് ചെയ്യാൻ സാധിക്കും. അടുത്ത കാലത്ത് ക്ലോസ് ചെയ്ത ഒരു സ്പേസ് സെന്ററിൽ ഇതുണ്ട്. അവിടെ വേറെ ആളാരും ഇല്ലെങ്കിൽ ഇതെവിടെ എടുത്തുകൊണ്ട് എറിയാനാ? ഒരു പക്ഷേ വേട്ടഗ്രഹവാശായിരിക്കോ? കണ്ടുപിടിക്കാൻ ഇനി ഒറ്റ മാർഗേ ഉള്ളൂ. പാവമുണ്ട് കേട്ടോ. മനുഷ്യന്മാര് ഇവിടെയാണോ ജീവിച്ചിരുന്നത്? ഇവിടെ എന്താ ആൾക്കാര് ജീവിക്കാത്തെന്ന് ഇപ്പഴാ മനസ്സിലാവുന്നത്. നശിക്കുന്ന ആർബിറ്റിലുള്ളത് കൊണ്ട് അവിടെ ആരും കാണാൻ സാധ്യതയില്ല. അത് വളരെ മോശമായതാ. വളരെ മോശമാ. ഓ,
വൗ, ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചതേയില്ല. ഹോ, ഈ അക്വേറിയം ഒക്കെ കഴിഞ്ഞ സീസണിന്റെ സാധനങ്ങളാ. ഓ, ഇവിടെ ആരും നാച്ചിനെ എതിരെ ഇത് വെച്ചിരിക്കുക. ഇത് നേഴ്സല്ല, വാന നിരീക്ഷകരാണ്. ഇവനെ നമ്മൾ രക്ഷയിൽ വെച്ച് കണ്ടുമുട്ടിയ ആളാ. ഏകദേശം നശിച്ചുപോയ ആസ്ട്രോറോമർ ആണ്. ഇവരെ കൊല്ലാനായിട്ട് ആരും ശ്രമിക്കുന്നുണ്ട്. ഹോ, ഇതാണ് റിച്ചി റിക്കർഡ്സൺ. ഇവനൊരു സിംഗറാ, മാത്രമല്ല ആസ്ട്രോനട്ടാ. കൊള്ളാല്ലേ? ഞാൻ ഉദ്ദേശിച്ചിടത്തോളം അവൻ വളരെ മോശമായവനാ. എനിക്കൊന്നറിയാം, നീ മിസ് ലേഡി ലൂണ അല്ലേ? ആ ഭ്രാന്തൻ ചാലിന്റെ കൈനോട്ടക്കാരിയല്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് നിങ്ങളുടെ ഹോട്ട്ലൈനിൽ വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞതാ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ 6 പ്രാവശ്യം കാണുമെന്ന്. നിങ്ങൾ എത്ര നല്ല കുട്ടികളാണ്. എന്റെ സെലസ്റ്റിയൽ കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നീ എന്തിനാ ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കാണിച്ചു വെച്ചത്? പെട്ടെന്ന് കത്തി ചാമ്പലാകുന്ന അപകടം പിടിച്ച സ്ഥലമാണെന്ന് മനസ്സിലായില്ലേ? 7 ശനിഗ്രഹത്തിൽ നിന്നും 7ാമത്തെ വീട്. അപകടം പിടിച്ചാൽ രക്ഷപ്പെടാനുള്ള സമയമുണ്ട് എനിക്ക്. എന്താ നിന്റെ പദ്ധതി? ഒരു ചെറിയ പദ്ധതി. ഈ സ്ഥലത്തിന്റെ ക്രൂവിനോട് പ്രതികാരം ചെയ്യണം. അതാണ് എന്റെ ഏറ്റവും വലിയ ഉദ്ദേശം. നിന്റെ എയർ ടാങ്ക്സ് ഒക്കെ ശരിയാണെന്ന് നോക്കട്ടെ. എന്റെ സ്ഥലത്തിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പക്ഷേ ഒരു പോപ്പ് സ്റ്റാർ വന്ന് എന്റെ സ്ഥലം കൈക്കലാക്കാൻ ശ്രമിച്ചതാണ്. എത്രയും പെട്ടെന്ന് അവന് മനസ്സിലാവും വാൽ നക്ഷത്രത്തിന്റെ വാല് തൊട്ടാൽ ചാമ്പലാകുമെന്നത്. എങ്കിൽ ആ ശത്രുക്കളുടെ ആക്രമണത്തിന് നീയാണോ കാരണക്കാരി? വീണ്ടും നീ ശരിക്ക് പറഞ്ഞല്ലോ എന്റെ ഡാർലിംഗ്. വാന നിരീക്ഷണ സംഘത്തെ നിന്നെ എടുക്കാത്തോണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ ചെയ്തിരിക്കും. ഒരു കാശിനും കൊള്ളാത്തവൻ എനിക്ക് മറുപടി തന്നേ പറ്റൂ. ടാലന്റ് ഇല്ലാത്തവനെന്നോ? അവനൊരു വലിയ സിംഗറാണ്, മാത്രമല്ല നല്ല ഡാൻസറും കൂടെയാണ്. നിങ്ങൾ പറഞ്ഞത് തെറ്റാ. ശിരോമണികളെ, എങ്ങനെയുണ്ട് ഇതൊക്കെ? എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്തത്? ഒന്ന് സമാധാനിക്ക്. കാഴ്ചയില്ലാത്ത നിങ്ങൾ എനിക്ക് ഒരിക്കലും തടസ്സമാവില്ല. നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഓ എന്റെ ചക്കരകളെ, എന്റെ ജാതക പ്രകാരം ഞാൻ എന്നേ രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഓ അതെയോ? നിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഞാൻ വരുത്തിയുള്ളൂ. എനിക്ക് മാത്രം സ്വന്തമായ സ്പേസ് ഏജ് സ്ലിംഗ് ഷോട്ട്. ഇത് നിങ്ങളുടെ നാട്ടിൽ മഴ പോലെ പൊടിഞ്ഞു പോകും. ബിവർലി ഹിൽസിലോ നീ മാത്രം അങ്ങോട്ട് പോയാൽ നശിച്ചു പോവും. പിന്നെ ഞങ്ങളുടെ മോൾ, സ്കൂൾ, യോഗ സ്റ്റുഡിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ പ്ലാൻ ഞാൻ ശ്രദ്ധിച്ചാ ചെയ്തിരിക്കുന്നേ. ആ റോക്കറ്റ് ബോയുടെ മൂൺദാൻ ഏലക് ഞങ്ങൾ ആദ്യം പോയാൽ പിന്നെ അത് നടക്കില്ല. പക്ഷെ എന്റെ കണക്ക് പ്രകാരം സാധിക്കാത്ത കാര്യമാണത്. എന്തിനാ അങ്ങനെ പറയുന്നേ? ശുക്രൻ മോളിൽ വന്നില്ലേ? ഞാൻ നിങ്ങളുടെ എയർഷിപ്പ് കൈക്കലാക്കാൻ പോവുകയാണ്. ഇപ്പൊ വളരെ മോശമായി. എന്റെ പുതിയ ആക്രമണത്തെ എനിക്ക് കണ്ടേ പറ്റൂ. ബൈ. ഒക്കെ ഉള്ളത് കാരണം എന്നെ കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. മന്ത്രം പോലെ. നമുക്ക് ആ ജനാലൊന്ന് തുറന്നു വെക്കാം. ഇത് തീർച്ചയായും ഉപകരിക്കും. വേഗം ഹെൽമെറ്റ് ഓപ്പൺ ചെയ്യേ. വീട് ശുദ്ധി ചെയ്യാൻ ഇത് നല്ല മാർഗം. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. 2 പ്രോബ്ലം ആണെന്ന് പറ. ഇത് നമ്മൾ വീണ്ടും ഓർബിറ്റിന്റെ അകത്തേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ എല്ലാവരും സ്പേസിൽ തന്നെ കത്തി ചാമ്പലാകും. ഉടൻ തന്നെ റെട്രോസ് ബ്രൂസസിനെ ഫയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ല, ഇത് പ്രവർത്തിക്കുന്നില്ല. ചൂട് സംരക്ഷിക്കേണ്ടത് താഴെ വീഴ. ക്ലോവർ, ആ ബിറ്റ് ടൈപ്പ് മാറ്റ്. പക്ഷേ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെയുള്ള പവർ മുഴുവൻ ആക്സിഡന്റിലേക്ക് തിരിച്ചു വിട്ടേക്കാം. കണ്ടോ? നോ. നമുക്ക് പുറത്തു പോയി തള്ളിയാലോ?
ഹേയ്, എനിക്ക് മനസ്സിലായി. അതിന് ഈ ചൂടിൽ മരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എനിക്ക് തോന്നുന്നത്. എനിക്ക് വല്ലാത്ത നാണക്കേട് തോന്നുന്നു. ഒരു മോശമായ വില്ലിയെ ഇങ്ങനെ വെറുതെ വിടുന്നത് ശരിയായോ? ഓ, ഞാനൊരു ആയയാണ്. എന്തായാലും നിങ്ങളുടെ ഊപ്പ് മേലാധികാരി ഞാനല്ല, അതുകൊണ്ട് സന്തോഷമുണ്ട്. കൂടാതെ ഇവിടെ 3 സ്പൈസ് ഉണ്ട്. അവര് പല്ല് തേക്കാൻ പോലും അറിയാത്ത ചെറിയ കുട്ടികളെ പോലെ എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ട് നോക്ക, അധികം വാചകം അടിക്കണ്ട. ഞങ്ങൾ ഇവിടെ തന്നെ ഇറക്കി വിട്ടാ മതി. ഏത് നിമിഷവും ചൊവ്വാഗ്രഹം പോരാളികളുടെ വീരൻ സ്വന്തം സാമർത്ഥ്യം കാണിക്കും. ഇല്ല, എന്റെ ജ്യോതിഷം ഒരിക്കലും തെറ്റാറില്ല. നിങ്ങൾ 3 പേര് സുന്ദരികളാണ്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ നന്ദി ഞങ്ങളുടെ ടീമിന് പകരം ഞാൻ ഏറ്റോളാം. പിന്നെ ഞങ്ങൾ ഇന്ന് ഫ്രീ ആണ്. ഡിന്നറിന് പുറത്തു കൊണ്ടുപോവോ? തീർച്ചയായും. ഇതെന്റെ ജാതകത്തിലില്ല. നിങ്ങൾ 3 പേരും എല്ലാം നശിപ്പിച്ചു. ശരിയാ, നിന്റെ സ്റ്റാർസിൽ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് ജോലിച്ച് അറിയാന്നേ. ഞാൻ ആലോചിച്ചു, വീണ്ടും എനിക്ക് ജാതകം നോക്കേണ്ടത് ആവശ്യമാണ്. അവള് എല്ലാ കൈനോട്ടക്കാരുടെ പേരും ചീത്താക്കാൻ വേണ്ടി വന്നിരിക്കുക. വരൂ, നമുക്ക് അവിടെ പോയി പിടിക്കാം. അല്ല, എങ്ങോട്ടാ പോകുന്നു? മണ്ടികളെ, എങ്ങനെയുണ്ട് ഇത്? ഒട്ടും കൊള്ളില്ല. എന്താണെന്ന് നോക്കാതെ വെറുതെ വാചകം അടിക്കരുത്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് തനിയെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ആർക്കാ കാണിക്കാൻ പോണം, നമുക്ക് പിന്നെ കാണാം. കുട്ടികളെ, എന്റെ ട്രെയിനിങ്ങിന് മുഴുവനും ഞാൻ ജ്യൂസ് കുടിച്ച് കാലം കഴിച്ചു എന്നാണ് വിചാരിക്കുന്നേ. ഗ്രാവിറ്റി എതിർക്കാനുള്ള ശക്തി നിനക്ക് മാത്രമല്ല. വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ എന്റെ അടുത്ത് വേറൊരു ശക്തിയുണ്ട്, നക്ഷത്ര ബലോ. വളരെ ശക്തി കൂടിയ സ്റ്റാർ ഏതാണെന്ന് അറിയോ ഗേൾസ്? സൂര്യനാണ്. ഇപ്പോ നിങ്ങളുടെ നക്ഷത്രം എല്ലാം ബലഹീനമായെന്നാണ് തോന്നുന്നത്. ചൊവ്വായി ബക്രം, വല്ലാത്ത വിഷമമുണ്ട്. നിന്റെ ശക്തിയൊക്കെ ആര് വലിച്ചു കളഞ്ഞു? ചൊവ്വ ജോലി ചെയ്യാൻ തുടങ്ങി. എനിക്കാണോ അങ്ങനെ തോന്നുന്നത്? അതോ നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലായില്ലേ? നമ്മുടെ കർഫ്യൂവിന്റെ മുമ്പിലെത്തിയെന്ന് തോന്നുന്നത്. ഗ്രഹപാഠം മുഴുവനും നമ്മൾ ചെയ്ത് തീർത്തു. ദയവായി ഞങ്ങൾക്ക് പിസ്സ ചെയ്തു തരൂ. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ഒരു മനോഹരമായ ഡിഷ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വന്ന് കഴിച്ചോളൂ. മിസ്സസ് ജയ് ബോട്ടം എവിടെ? ഈ ഞാനീ കുറച്ച് ഓവറാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ സഹായം ആവശ്യപ്പെട്ടതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് സന്തോഷമായില്ലേ ഗേൾസ്? ശരി, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഗ്ലാഡസ് എപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, മനസ്സിലായല്ലോ? ഗ്ലാഡിസോ? അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹലോ, എനിക്കിപ്പോ ഒന്ന് ഉടനെ പോണം. ഒരു ജോലി ഉണ്ടെന്നേ. ശ്രദ്ധിക്കണം, ഇവിടെയുള്ളതെല്ലാം അടയ്ക്കാൻ പോവുകയാണ്. ഡേറ്റിംഗിന് അനുവാദം തന്നിട്ടില്ല. ഓ ജെറി,